കർണാടകത്തിലെ ഈ വഖഫ് ഭൂമി തിരിച്ചുപിടിക്കൽ കഥയ്ക്കൊരു ഫ്ലാഷ് ബാക്ക് കൂടിയുണ്ട്. സിദ്ധരാമയ്യയുടെ കരുത്തിനെ കുറിച്ചൊക്കെ വി.ഡി. സതീശൻ വമ്പു പറയുന്ന സ്ഥിതിക്ക് അതുകൂടി പറയാം. കർണാടകത്തിലെ അന്യാധീനപ്പെട്ട വഖഫ് ഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമം തുടങ്ങിയത് എപ്പോഴാണ്? 2013-18 കാലത്ത് ഇതേ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കർണാടകയിൽ വഖഫ് ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. അന്ന് മന്ത്രിസഭയിൽ വഖഫിന്റെ ചുമതല കോൺഗ്രസ് നേതാവ് തൻവീർ സേഠിന്. ഭരണം അങ്ങനെ മുന്നേറി 2017 ആയപ്പോഴേക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് ഒരാഗ്രഹം, അന്യാധീനപ്പെട്ട വഖഫ് ഭൂമി തിരിച്ചുപിടിക്കാൻ ഇറങ്ങിയാലോ. അത് പറയുമ്പോൾ കർണാടകത്തിലെ വഖഫ് ഭൂമി എങ്ങനെ അന്യാധീനപ്പെട്ടു എന്നുകൂടി അറിയണം. അതും ഒരു ഫ്ലാഷ് ബാക്കാണ്. മുനമ്പത്തെ ഭൂമി വിറ്റതാരാണ്? മുത്തവല്ലിയുടെ ചുമതലയുള്ള ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റാണ് മുനമ്പത്തെ ഭൂമി വിറ്റത്. കർണാടകത്തിലെ വഖഫ് ഭൂമി ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി സർക്കാർ തന്നെയാണ് പാവപ്പെട്ട ആളുകൾക്കും കുടികിടപ്പുകാർക്കും കൈമാറിയത്. അങ്ങനെയാണ് വഖഫ് ഭൂമി അവിടെ പാവപ്പെട്ട കർഷകരുടെ കൈവശമെത്തിയത്. വഖഫ് ബോർഡിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദ ഹിന്ദു 2024 നവംബർ 8 പ്രസിദ്ധീകരിച്ച വാർത്തയിൽ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലുണ്ട്. സംസ്ഥാനത്തെ 1,12,000 ഏക്കർ വഖഫ് ഭൂമിയിൽ 75,000 ഏക്കറും ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തത്രേ. ഈ ഭൂമി തിരിച്ചെടുക്കാനായിരുന്നു 2017 സിദ്ധരാമയ്യ സർക്കാർ ശ്രമിച്ചത്. എങ്ങനെയുണ്ട്? അരനൂറ്റാണ്ട് മുമ്പ് സർക്കാർ വിതരണം ചെയ്ത ഭൂമി അതേ പാർട്ടിയുടെ സർക്കാർ തന്നെ 2017 തിരിച്ചുപിടിക്കാൻ ഇറങ്ങുക. ഇതാണ് കർണാടകത്തിൽ നടന്ന വഖഫ് ഭൂമി തിരിച്ചുപിടിക്കൽ സംഭവം.